ഈ വീഡിയോയിലെ കണ്ടന്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നെ ഡെലിബറേറ്റായിട്ട് ഈ ജാസ്മിൻ ഷായും മഹാനായ യൂട്യൂബറൊക്കെ വലിച്ചടിച്ച് എന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ അവർ കൽക്കട്ട ഇഷ്യൂ പറയുന്നു, അവിടെ ഹണി ട്രാപ്പ് പറയുന്നു, അവിടെ മുച്ചിപ്പാറ പോലീസ് സ്റ്റേഷൻ കേസുണ്ടെന്ന് പറയുന്നു. അതായത് എനിക്കെതിരെ വലിയ സംഭവം വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് ഉണ്ടാക്കിയെന്ന് പറയുന്നു. അപ്പം ഞാനിത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ അത് ശരിയാവത്തില്ല. കാരണം ഇതേപോലെ ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിയുമ്പോൾ ഞാനിത് പറഞ്ഞു തരണം. കാരണം നിങ്ങൾക്കത് മനസ്സിലാകണം. കാരണം കേരളത്തിലെ മീഡിയ ഒന്നും ഇത് കാര്യമായിട്ട്, കാരണം ബംഗാളിൻ്റെ ഇഷ്യൂ നാഷണൽ ഇഷ്യൂ ആണ്. അപ്പം നാഷണൽ ഡെയിലീസിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന സംഭവം നിങ്ങൾ നോക്കി എൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഇൻ്റർവ്യൂസ് ഉണ്ട്. ഞാൻ കൽക്കട്ടയിൽ പല കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതൊക്കെ, അതായത് നാരദ കേസുകളായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ബ്രീഫ് പറയാം. അതായത് 2012 ആ സമയങ്ങളിൽ ഞാനൊരു ഡിസിഷൻ എടുക്കുകയാണ്. കാരണം എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കേസിൻ്റെ വിറ്റ്നസ്സായിട്ട് ഞാനിങ്ങനെ പല കോടതിയിലും ആർമി കോർട്ടിലും കോർട്ട് ഓഫ് എൻക്വയറിയിലും അതേപോലെ തന്നെ CBIയുടെ കേസുകളിൽ ഇങ്ങനെ പോവുകയാണ്. പലയിടത്തും എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാരണം ആർമി കോർട്ട് കണ്ടിന്യൂസ് ആയിട്ട്, കാരണം ഏകദേശം 18 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ആർമി കോർട്ട് ഓഫ് എൻക്വയറിയുടെ സംഭവിച്ച് ഒരു പ്രാവശ്യം കൊണ്ടുപോയി കഴിഞ്ഞാൽ 3 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് വിടുന്നത്. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരുൺ തേജ്പാലിൻ്റെ എഡിറ്ററായിരുന്നു തെഹൽക്കയിൽ. എൻ്റെ ഡയറക്റ്റ് ബോസ് അനിരുദ്ധ് ബഹലായിരുന്നു. അപ്പം അതിൻ്റെ അത് ടോട്ടൽ 105 ടേപ്പിൽ 99 ടേപ്പ് ഞാനാണ് ചെയ്തത്. ഇത് ബേസിക്കലി അങ്ങനെ ഉണ്ടായ സംഭവമല്ല. ഒരു നിമിത്തമായിട്ട് ക്രിക്കറ്റ് മാച്ച് ഫിക്സിങ് രണ്ടാമത്തെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പൂനെ പോയിട്ട് തിരിച്ച് വരുന്ന ട്രെയിനെ വെച്ചുണ്ടായ ഒരാളെ പരിചയപ്പെട്ടു. അവിടെ നിന്നാണ് ഈ ഓപ്പറേഷൻ വെസ്റ്റേൺ ഈ തെഹൽക്ക എക്സ്പോസ് ഉണ്ടാകുന്നത്. അല്ല അതിൻ്റെ ഗൂഢാലോചനയൊന്നുമില്ല. പിന്നെ അതെങ്കിൽ ബിൽഡപ്പ് ചെയ്ത് വലിയ സംഭവമായെങ്കിൽ മാറി. പിന്നീട് ഇത് ഫർദർ ഭയങ്കര ലീഗൽ ഇഷ്യൂവും കേസും അതും ഇതും ഒക്കെ ആയിക്കഴിഞ്ഞപ്പം ഞാൻ ഇതിൻ്റെ പ്രൈം വിറ്റ്നസ്സാണ്. അപ്പം ഞാനിത് പോയില്ലെങ്കിൽ ഈ കേസ് അങ്ങ് മുടങ്ങിപ്പോവും. സോ ഐ ഹാവ് ടു ഗോ ദെയർ. അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് എവിടെയും ജേർണലിസം ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലോട്ടായി. അതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചിന്തിച്ചു, അന്ന് അങ്ങനെയാണെങ്കിൽ വേറെ രാജ്യത്തോട്ടങ്ങ് മൈഗ്രേറ്റ് ചെയ്യാം. ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് 1-2 ഓഫറൊക്കെ കിട്ടി. അപ്പോൾ കാനഡയിലുണ്ടായിരുന്ന പിന്നീട് അദ്ദേഹം അവിടുത്തെ കാനഡയിലൊക്കെ മന്ത്രിയൊക്കെയായി. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു എൻ്റെ അടുത്തൊരു സർദാർജിയാണ്, മജ്ജാവായി താമസിക്കും. പുള്ളി ഒരു ഹോക്കി ഭ്രാന്തനാണ്. പഴയ നാഷണൽ ഹോക്കി ടീമിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയപ്പം അവിടെയുള്ള പൊളിറ്റീഷ്യൻ മന്ത്രിയൊക്കെ എന്നെ പരിചയപ്പെടുത്തി. പുള്ളി എനിക്ക് ഓഫർ ചെയ്തു അവിടുത്തെ പത്രത്തിൽ നിനക്ക് ജോലിയും സംഭവമൊക്കെ മേടിച്ചേരാൻ, നീ ഫാമിലി ആയിട്ടങ്ങ് മൈഗ്രേറ്റ് ചെയ്യാൻ. അപ്പം അങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ്, അതായത് എങ്ങനെ പോകണോ പോകണ്ടായോ, ഭാര്യയും വളരെ കൃത്യമായിട്ട് എതിർക്കാൻ തുടങ്ങി. പോകേണ്ട ആവശ്യമില്ല, അച്ചായൻ ഒരു കാരണവശാലും ഇന്ത്യ വിട്ട് എവിടെ പോയാലും അച്ചായൻ ഈ സ്വഭാവം തന്നെ കാണിക്കും. അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ നിൽക്കുന്നതാണ്. കാരണം ഞാൻ ഇന്ത്യയിൽ തന്നെ ജീവിക്കാൻ വേണ്ടിയുള്ള താല്പര്യമായിരുന്നു എനിക്ക് കൂടുതൽ. എനിക്ക് പറയുന്ന ഒരു രാജ്യത്തും പോകാൻ താല്പര്യം. അതിനൊക്കെ വളരെ മുമ്പ് എനിക്ക് കാനഡയിലും അമേരിക്കയിലൊക്കെ എനിക്ക് പല എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ റിഫ്യൂസ് ചെയ്തു. കാരണം എനിക്ക് ഇന്ത്യ വളരെ സഫീഷ്യൻ്റാണ്. കാരണം എനിക്ക് ഇന്ത്യ വിട്ട് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു മനുഷ്യനാണ് ഞാൻ. അപ്പം അങ്ങനെ ഇരുന്ന സമയത്താണ് 2013 നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഈ തരുൺ തേജ്പാലിനെതിരെ ഗോവയിൽ നടന്ന ഈ സെക്ഷൽ അസോൾട്ട് കേസ്. തെഹൽക്കയിലുണ്ടായിരുന്ന പെൺകുട്ടി, ഇദ്ദേഹം ഒരു ലിഫ്റ്റിനകത്ത് വെച്ച് അമേരിക്കൻ ഹോളിവുഡ് നടൻ അയാളെ കാണാൻ പോകുന്ന സമയത്ത് ലിഫ്റ്റിൽ വെച്ചുണ്ടായ സെക്ഷൽ അസോൾട്ടുമായി ബന്ധപ്പെട്ട് തരുൺ തേജ്പാൽ തെഹൽക്കയുടെ എഡിറ്ററായിട്ട് റിസൈൻ ചെയ്യുന്നു. അതായത് അപ്പോഴാ തെഹൽക്കയുടെ മേജർ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്ന KD സിംഗ്, തരുൺ തേജ്പാൽ അല്ല. തരുൺ അങ്ങനെ 13% മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തരുൺ തേജ്പാലിനോട് മാനസികമായിട്ടൊരു വെറുപ്പുണ്ടായിരുന്നു. അതായത് ഈ കേസുകളൊക്കെ നടക്കുന്ന സമയത്ത് ഇയാൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ല. കാരണം തെഹൽക്കയുടെ പേരിൽ ഇന്ത്യയിൽ മുഴുവനും കളക്ഷൻ നടത്തി അദ്ദേഹം ശരിക്കും പണമുണ്ടാക്കി. അപ്പം അതിനുശേഷം അയാളോട് ഞാൻ പല ആവർത്തി പറഞ്ഞതാണ്, നിങ്ങൾ എന്നെ സഹായിക്കുന്നില്ല, എനിക്കെവിടെയും ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കും. അപ്പം ഞാനതുമായിട്ട് ബന്ധപ്പെട്ട ഔട്ട്ലുക്ക് മാഗസിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഞാനിത് പറയുകയും ചെയ്തു. അപ്പം അതിൻ്റെ പേരിൽ
ഞങ്ങൾ തമ്മിൽ അത്ര ലോഹ്യമല്ല. പിന്നീടൊരു സംഭവമുണ്ട്. ഇയാൾ ഈ കോടതിയിലൊക്കെ പോയിട്ട് ഈ കേസിനെതിരായിട്ട് ഈ ആൾക്കാരുമായിട്ടൊക്കെ ഇയാൾക്ക് ബന്ധമായി. അപ്പോൾ ഇതിനകത്ത് കേസിൻ്റെ പ്രൈം വിറ്റ്നസ് ഞാനാ. ചില കാര്യങ്ങളിലൊക്കെ എന്നെ കോർട്ടിൽ ഇയാൾ അല്ലാത്ത രീതിയിൽ പറയാൻ തുടങ്ങി. CBIയുടെ സ്പെഷ്യൽ കോർട്ടിൽ. ഇറ്റ്സ് എ വെരി ഷോക്കിംഗ് ആക്ച്വലി. അപ്പം ഞാൻ ഇയാളുമായിട്ട് അങ്ങ് ഡിസ്റ്റൻസ് അങ്ങ് പാലിച്ചു. അപ്പോൾ ഇയാൾ GK2 ഓഫീസ്. ആ സന്ദർഭത്തിലാണ് ഇയാൾ റിസൈൻ ചെയ്യുന്നത്. അപ്പം അതിനുശേഷം ഈ KD സിംഗ് അതിൻ്റെ മാനേജ്മെൻറ്റ് എന്നെ വിളിക്കുന്നു നേരിട്ട്. KD സിംഗ് എന്ന് പറഞ്ഞ മെമ്പർ ഓഫ് പാർലമെൻ്റ് ആണ് ആ സമയത്ത്. തൃണമൂൽ കോൺഗ്രസ് അല്ല ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ പണം കൊടുത്തിട്ട് MP ആയ ആളാണ്. ഏകദേശം 15,000 കോടി ടേൺ ഓവറുള്ള ആൽക്കമിസ്റ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് പുള്ളി. അപ്പോൾ പുള്ളിയുടെയാണ് മെജോറിറ്റി ഓഫ് തെഹൽക്കയുടെ സ്റ്റേക്ക്. അപ്പം എന്നെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് എനിക്കൊരു ഓഫർ ചെയ്യണം, നിനക്ക് ഈ തെഹൽക്ക വളരെ മോശമായി, തരുൺ തേജ്പാൽ ഇഷ്യൂ പലരും റിസൈൻ ചെയ്തിട്ട് പോയി, എന്തുകൊണ്ട് നിനക്ക് തെഹൽക്കയുടെ ഹെഡായിട്ട് വന്നുകൂടാ? കാരണം നീയാണല്ലോ ഇത് ഉണ്ടാക്കിയെടുത്തത്. കാരണം ക്രിക്കറ്റ് മാച്ച് ഫിക്സിങ്, ഓപ്പറേഷൻ വെസ്റ്റിൻ്റെ തെഹൽക്ക, അപ്പം നീയാണിതിൽ ചെയ്തത്, നിനക്ക് എന്ത് ഇതിൻ്റെ ഹെഡായിട്ട് വരാം തരുണിൻ്റെ പോസ്റ്റിൽ. അപ്പം താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് തൽക്കാലം ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം ചിന്തിച്ചിട്ട് ഞാൻ വീണ്ടും പുള്ളി എന്നെ വിളിപ്പിക്കുന്നത്, വണ്ടിയൊക്കെ വിട്ടാണ് വിളിപ്പിക്കുന്നത്. പുള്ളി ഒരു ബിഗ് ഷോട്ടാണ് ഡൽഹിയിലെ. പുള്ളി ബേസിന് ചണ്ഡീഗഡ് ബേസ്ഡ് ആണ്, സർദാർജിയാണ്, കട്ട് സർദാറാണ്. നിങ്ങൾ ഗൂഗിളിൽ അയാളെ പറ്റി നോക്കിയാൽ അറിയാം, KD സിംഗ്. അപ്പം വീണ്ടും എന്നെ വിളിപ്പിച്ചു, സംസാരിച്ചു. അപ്പം വലിയ ഓഫറും എനിക്ക് BMW കാറും ഒക്കെ തന്നുകൊണ്ട് പുള്ളി ഓഫർ വെച്ചു. അപ്പം ഞാൻ ചിന്തിച്ചു ഓഫർ എടുത്താലോ. കാരണം ഞാൻ അവിടെ റിപ്പോർട്ടറായിട്ട് ജോലി ചെയ്തത്, അതേ സ്ഥാപനത്തിൽ ഞാൻ എഡിറ്ററായിട്ട് പോവുക, എൻ്റെ ഹെഡ് ഓഫ് ദ ഓർഗനൈസേഷനായിട്ട് പോവുക. അപ്പം നല്ലൊരു ഓഫറാണ്. കാരണം നല്ല സാമ്പത്തികമായിട്ട് ടൈറ്റായിരുന്നു ആ സമയത്ത്. ഡിസൈഡ് ടു ജോയിൻ. പുള്ളി ഒരു കാര്യം പറഞ്ഞു, നീ ഇതിൽ വരികയാണെങ്കിൽ തെഹൽക്ക എന്ന് പറഞ്ഞ സാധനം മാഗസിൻ പഴയ രീതിയിൽ എങ്ങനെയായിരുന്നു 2001 2007 അതേപോലെ തിരികെ കൊണ്ടുവരണം. ഇതായിരുന്നു പുള്ളിയുടെ ഡിമാൻഡ്. അതിന് ഞാൻ എത്ര പണം മുടക്കാനും തയ്യാറാണ്. അപ്പം ഞാനപ്പോൾ സ്റ്റിങ് ഓപ്പറേഷൻ ചെയ്യണം, ഇതാണ് സംഭവം. അത് ഞാൻ ഒരു 4-5 ദിവസം അതിനെപ്പറ്റി ചിന്തിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഭാര്യയോടും ഒക്കെ സംസാരിച്ചിട്ട് ഞാൻ നാട്ടിൽ വന്ന് ആലുവയിലിരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്, 5 ദിവസം എന്ത് ചെയ്യും, ജോയിൻ ചെയ്യണോ വേണ്ടായോ, വലിയ ഓഫറാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ അന്ന് ഡെക്കാൻ ഏഷ്യൻ ഏജിലുണ്ടായിരുന്നു തുഫയിൽ, അവൻ എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നതാണ്. ഈ ബംഗാരു ലക്ഷ്മണനായിട്ട് ആ കേസിൻ്റെ വിധി വന്ന് പുള്ളിയെ ശിക്ഷിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു ഓഫർ എനിക്ക് വന്നിട്ടുണ്ട്, നിൻ്റെ അഭിപ്രായം എന്ത്? ആ കൊച്ചു പയ്യനിൽ ആം ആദ്മി പാർട്ടിയുടെ മറ്റേ ചോട്ടാ ചെറുക്കൻ, നിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. കാരണം അവൻ ഈ പറയുന്ന പോലെ നല്ല ജേർണലിസ്റ്റ്, നല്ലൊരു ജേർണലിസ്റ്റ് ആവും കേട്ടോ, ഇവ രാഷ്ട്രീയമൊന്നും അറിയത്തൊന്നുമില്ല. അവൻ പറഞ്ഞു 100% സാറ് ജോയിൻ ചെയ്യണം. ബേസിക്കലി ഇവനാണ് ഇതിൻ്റെ പുറകിൽ എന്നെ കൊണ്ട് റീജോയിൻ ചെയ്യിപ്പിക്കുന്നത് തെഹൽക്കയിൽ. ഇതാണ് അതിൻ്റെ സംഭവം. പക്ഷേ ഞാൻ ആ തെഹൽക്ക തിരിച്ചു കൊണ്ടുവരണം. അതായത് വലിയൊരു ടാസ്ക് ഞാൻ ഏറ്റെടുക്കാൻ പോകുക. അപ്പോൾ അതിനകത്ത് എനിക്കൊരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം 2001 തെഹൽക്ക ഇഷ്യൂ കഴിയുമ്പോൾ ചില ജേർണലിസ്റ്റുകൾ കോളം എഴുതി, അതായത് ഈ തെഹൽക്ക ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ വെസ്റ്റേൺ സ്റ്റിങ് ഓപ്പറേഷൻ യാദർച്ഛികമായിട്ട് സംഭവിച്ചതാണ്. അതായത് ഇതിനി ഉണ്ടാകാൻ പറ്റത്തില്ല, ഇയാൾ മാത്യു സാമുവൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് അബദ്ധവശാൽ, അതായത് ചക്ക വീണ് മുയൽ ചത്തു എന്ന് പറഞ്ഞ പോലെ ഉണ്ടായതാണ്. ചില മലയാളികൾ തന്നെ ചില കോളംസൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അത് ഉണ്ടാകാൻ പറ്റത്തില്ല. മനസ്സിലാക്കുക, 2001 ശേഷം 2014 വരെ ഞാൻ ചെയ്ത അതുപോലെ സ്റ്റിങ് ഓപ്പറേഷൻ അതേപോലെ സംഭവം ഒരൊറ്റ ഒരാൾ ചെയ്തിട്ടില്ല. മഹാനായ യൂട്യൂബർക്കും അറിയത്തില്ല, ഈ ലോകപ്രശസ്തനായ നേഴ്സുമാരുടെ കാര്യങ്ങൾ നോക്കുന്ന ജാസ്മിൻ ഷായ്ക്കും അറിയത്തില്ല, വേറെ ആരും ചെയ്തിട്ടില്ല. ആ ചലഞ്ച് ഞാൻ ഏറ്റെടുക്കുകയാണ്. ഇതാണ് സംഭവം. ഗോട്ട് മൈ പോയിന്റ്, ഇറ്റ്സ് വെരി ക്ലിയർ. അപ്പോൾ എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്ററൊക്കെ തന്നു. വലിയ അന്ന് അവിടെ ഉള്ള ഒരു എഡിറ്റർ ഏതെങ്കിലും പത്രത്തിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ വലിയ സാലറി പാക്കേജ്. നിങ്ങൾക്കറിയാം, ഡ്രൈവറെ അത് ഇത് എനിക്കിഷ്ടമുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ഞാൻ മുഴുവനെ റീസ്ട്രക്ചർ ചെയ്തണം തെഹൽക്ക. പക്ഷേ അതിനു മുമ്പ് ആദ്യം സ്റ്റോറി സെലക്ട് ചെയ്യണം. ഇതായിരുന്നു എൻ്റെ മുമ്പിലുണ്ടായിരുന്ന സംഭവം. അപ്പം നേരത്തെ ഞാൻ BJPക്കെതിരെയാണ് സ്റ്റോറി ചെയ്തത്. അതിനുശേഷം എനിക്ക് വീണ്ടും BJPക്കെതിരെ പോയി ഒരു സ്റ്റോറി, കാരണം ഞാൻ ആദ്യം മധ്യപ്രദേശ് സ്റ്റോറി ഉദ്ദേശിച്ചു.
അവിടെ ആ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഈ വലിയൊരു സ്കാം നടന്നുകൊണ്ടിരിക്കുക. ആ സ്കാമുമായി, കാരണം അത് ശിവരാജ് സിംഗ് ചൗഹാൻ്റെ പേരൊക്കെ വരുന്നുണ്ട്. പിന്നെ അതേ കയറി തൊടണോ? അപ്പം അതേപോലെ തന്നെ ഹിമാചലിൽ അന്ന് BJP ഭരിക്കും, അവിടെ കയറി പിടിക്കണം. ഈ രണ്ടിടത്തും ഞാൻ പോയി, 3-4 ദിവസം പോയി താമസിച്ചു. അതിനുശേഷം ഐ ഡിസൈഡ് വേണ്ട, ഇനി ഞാൻ BJPക്കെതിരെ ചെയ്തില്ല, എന്നെ ആൻറ്റി BJP ആയിട്ട് സ്റ്റാമ്പ് ചെയ്യുന്നു. സോ ഐ ഡിസൈഡഡ്. പിന്നെ ഞാൻ യാദൃച്ഛികമായിട്ട് ഒരു ദിവസം കൽക്കട്ടയിൽ അങ്ങ് പോവുക. അപ്പോൾ കൽക്കട്ടയിൽ പോയിട്ട് അവിടുന്ന് ഞാനൊരു വൈൽഡ് ലൈഫ് ഭയങ്കര ഇന്തൂസിയാസറാണ്. എവിടെ വൈൽഡ് ലൈഫ്, കാരണം എൻ്റെ വലിയ ക്യാമറയും സെറ്റ് 10-20 ലക്ഷം പണ്ടേ ഞാൻ ലോൺ എടുത്ത് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത് യൂസ് ചെയ്യാറേ ഇല്ല. അപ്പം ഞാൻ നേരെ പോയി സുന്ദർബനിൽ പോയി. സുന്ദർബനിൽ തിരിച്ചു വന്നു. ഹോട്ടൽ, അവിടുത്തെ ഒരു കൽക്കട്ടയുടെ നോൺ ഹോട്ടലുണ്ട്, അവിടെ പോയി, ഹോട്ടൽ ഹിന്ദുസ്ഥാൻ, അവിടെ പോയി താമസിച്ച് എന്ത് ചെയ്യണം ഇങ്ങനെ ആലോചിച്ച് ഇരിക്കുന്ന സമയത്ത് അവിടെ കത്തി നിൽക്കുന്ന ടോപ്പിക്കാണ് ഈ പറയുന്ന ശാരദ ചിറ്റ് ഫണ്ട് സ്കാം. പക്ഷെ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, ഒറ്റ ഒരാളെ അറിയത്തുമില്ല. പക്ഷേ ഈ കൽക്കട്ടയിലുള്ള പല ജേർണലിസ്റ്റ് തെഹൽക്കയുമായിട്ടും മറ്റേ എൻ്റെ കൂടെ പല ചാനലിലും മാഗസിനിലൊക്കെ വർക്ക് ചെയ്തവരുണ്ട്. അപ്പം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഞാൻ ആദ്യം കൽക്കട്ടയിൽ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് എൻ്റെ അപ്പുറത്തിരുന്ന ശ്യാമ മുഖർജി, അപ്പം ഞാൻ ഒരുമിച്ച് ജോലി ചെയ്ത തെഹൽക്കയിൽ. അത് കഴിഞ്ഞ് അവനിപ്പം ആ സമയത്ത് ESPN ജോലി ചെയ്യുക. അപ്പം എന്നോട് ഇത് എന്തിനു പോകുക, ഞാൻ പറഞ്ഞ എൻ്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു. ഈ സംഭവം അവസാനം ഒരു ടാക്സി ഡ്രൈവർ ഇസ്ലാം, അപ്പോൾ അയാളെ ഏർപ്പാടാക്കി തരുന്ന അവിടെ ഹോട്ടലിലുള്ള ആൾക്കാർ തന്നെയാണ്. അയാളിൽ നിന്നും തുടങ്ങുന്ന സംഭവമാണ് ഈ പറയുന്ന നാരദ സ്റ്റിങ് ഓപ്പറേഷൻ. നാരദയുടെ പേര് ഈ നാരദയുടെ പേരൊക്കെ കിട്ടുന്ന ലേറ്റർ സ്റ്റേജിലാണ്. ഈ സ്റ്റിങ് ഓപ്പറേഷൻ പതുക്കെ ഇയാൾ ഓരോ ആൾക്കാരെ പരിചയപ്പെടുത്തി ഇതങ്ങ് ടോപ്പ് എൻഡിൽ പോയി മമതാ ബാനർജിയുടെ ഓഫീസിനകത്തോട്ട് കയറിപ്പോയി. അപ്പോൾ ടോട്ടൽ എനിക്ക് അപ്പം ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ KD സിംഗിൻ്റെ അതിന് അവിടെ കൽക്കട്ടയിൽ ഓഫീസുണ്ട്. ആ സമയത്ത് അയാൾ ജാർഖണ്ഡ് മുക്തി മോർച്ചയിൽ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. കാരണം ഇയാൾ ബില്യനെയറാണ്, ഈ പറയുന്ന KD സിംഗ്. പണം കൊടുത്താണ് ഇയാളെല്ലാം ആയത്. അപ്പോൾ അവിടെ ചേർന്നു. ഞാൻ ഈ സംഭവങ്ങൾ ഓരോന്നായിട്ട് ബിൽഡപ്പ് ചെയ്ത് അവിടെ 5ഓളം മിനിസ്റ്റർ, അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് സുബേന്ദു അധികാരി, ബോബി ഹക്കി, സുൽത്താൻ അഹമ്മദ്, അതായത് അവിടെ അന്ന് സെർവിങ് ആയിട്ടുള്ള 5ഓളം സീനിയർ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, ഏകദേശം 11ഓളം 8ഓളം മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്. അതിൻ്റെ അകത്ത് 4 പേര് നേരത്തെ UPAയിൽ, അതായത് മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭയിൽ മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ് ആയിട്ടിരുന്നവരാണ്. പിന്നെ ഒരു സീനിയർ IPS ഓഫീസർ മിർസ. ഇതെല്ലാം കൂടെ ചേർത്ത് എൻ്റെ സ്റ്റോറി ഞാൻ അറിയാതെ ബിൽഡ് ചെയ്ത് ഏകദേശം 80 ലക്ഷം രൂപ കൈക്കൂലി ഇതിനകത്ത് പണം കൊടുത്തിട്ടാണ് ഈ സംഭവം. സന്തോഷ് ശങ്കരൻ എന്ന പേരിൽ ചെന്നൈ ബേസ്ഡ് ഇംപെക്സ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു ഓൺലൈൻ കമ്പനി ഉണ്ടാക്കിയിട്ട്, അത് ഫിക്റ്റീഷ്യസ് കമ്പനി ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവരെ അപ്രോച്ച് ചെയ്യുന്നു. ഇതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ തോട്ട്സിലംഗമായി സംഭവം അങ്ങ് കയറി ക്ലിക്കായി. അപ്പോൾ അതിനുശേഷം ഞാനിത് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തു തെഹൽക്കയിൽ. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് KD സിംഗിന് പിടികിട്ടിയത് അയാൾക്ക് ഈ സ്റ്റോറി പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. അയാൾ ആ സമയത്ത് JMMന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ MP ആയി. ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റും പരിപാടി എല്ലാം കഴിഞ്ഞ് റെഡിയായിട്ടിരിക്കുക. ഇത് ഏത് സമയത്ത് ലീക്കാകാൻ സാധ്യതയുണ്ട്. അപ്പം ലീക്കാകാൻ സാധ്യമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ലൈഫിന് ത്രെട്ടാവുക. അപ്പം ഞങ്ങൾ തമ്മിൽ ശരിക്കും ഹീറ്റഡ് ആർഗ്യുമെൻ്റ് ഉണ്ടാകുകയാണ്. ഈ ആർഗ്യുമെൻ്റ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ പുള്ളിയോട് അവസാനം പറയുകയാണ്, ഞാൻ എന്നാൽ ഇവിടെ നിന്ന് രാജിവെക്കുകയാണ്, ഈ സ്റ്റോറി ഞാൻ പബ്ലിഷ് ചെയ്തോളാം. അങ്ങനെ 2016 തെഹൽക്കയിൽ നിന്ന് ഞാൻ രാജിവെക്കുന്നു എഡിറ്ററായിട്ട്. എഡിറ്റർ പോസ്റ്റിൽ നിന്ന് രാജിവെച്ചിട്ട് ഞാനൊരു വെബ്സൈറ്റ് തുടങ്ങുകയാണ്. അതിൻ്റെ പേര് നാരദനിട്ടു. നാരദൻ വരെ ഇടാൻ കാരണം ലോകത്തെ ആദ്യത്തെ ജേർണലിസ്റ്റാണ് നാരദൻ. കാരണം ഇവിടെ അവിടെയൊക്കെ പറയുന്ന ഗോസിപ്പാണെങ്കിൽ പുള്ളി പറയുന്നത് സത്യമാണ്. അപ്പോൾ ആദ്യത്തെ ജേർണലിസ്റ്റാണ് നാരദ. ഇന്ത്യനൈസ്ഡ് സാധനമാണ്.
അതുകൊണ്ട് naradanews.com എന്ന് പേരിട്ട് ഈ 2016 ബംഗാൾ ഇലക്ഷന് മുമ്പ് ഇത് പ്രസിദ്ധീകരിക്കാൻ കാരണം എന്താ? കാരണം ഇത് ലീക്കായി പലരും അറിയാൻ തുടങ്ങി. ഡൽഹി പോലീസിലെ സീനിയർ ഓഫീസർ എന്നോട് വന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഞാൻ 1-2 പേരെ നേരത്തെ കാണിച്ചു. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ ആൾക്കാർ അറിഞ്ഞിരിക്കണം എന്താണ് സംഭവിച്ചതെന്ന്. നിങ്ങൾക്ക് ചോദിക്കാം, ഈ സ്റ്റോറി വരുന്നതിൻ്റെ 4 മാസം മുമ്പ് ഞാനിത് PJ കുര്യനെ കാണിച്ചു, ഈ വീഡിയോ കാണിച്ചു കൊടുത്തു. പുള്ളി ഞെട്ടിപ്പോയി, കാരണം പുള്ളിക്കറിയാവുന്നവരെ മുഴുവൻ ആൾക്കാർ. അപ്പോൾ ഈ സ്റ്റോറി ഞാൻ മാർച്ചിൽ 2014 പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ബംഗാൾ എന്ന് പറഞ്ഞതിൻ്റെ വെടി അങ്ങ് തീർന്നു. അതായത് തൃണമൂൽ കോൺഗ്രസ് എന്നുവരെ ഉണ്ടായ സംഭവം മുഴുവനും ജനങ്ങൾ മുഴുവനും കണ്ടു. അവരുടെ സീനിയർ നേതാക്കളും മമതാ ബാനർജിയുടെ അനന്തരവനായ അഭിഷേക് ബാനർജിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ളവർ ഇതിൻ്റെ അത് പ്രതിക്കൂട്ടിലായി. ഇതാണ് ഈ സംഭവം. ഇത് കാരണം കംപ്ലീറ്റ് ആയിട്ട് അവരുടെ സംഭവം അങ്ങ് പൊളിഞ്ഞു. ഇതിൻ്റെ പേരിൽ അവർ കള്ളക്കേസ് ഉണ്ടാക്കിയെടുത്തതാണ് എനിക്കെതിരെ മുജിപ്പാറ കേസ്. അപ്പോൾ ഇതുമായിട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടി എന്നോട്, അതായത് അന്ന് മുഗൾ റോയ് ഈ കേസിലെ പ്രതിയാണ്, അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ പണം കൊടുത്തു. അയാൾ എന്നെ വേറെ അഭിജിത്ത് സർക്കാർ എന്ന് പറഞ്ഞ ഒരു ജേർണലിസ്റ്റ് ത്രൂ എന്നെ സമീപിക്കുന്നു ദ്വാരകയിൽ. എനിക്ക് 100 കോടി രൂപ വാഗ്ദാനം ചെയ്യുന്നു. എന്നിട്ട് സുപ്രീം കോർട്ടാണ് ഇത് CBI അന്വേഷണം ED അന്വേഷണം പ്രഖ്യാപിച്ചത്, അല്ലാതെ സാധാ കോർട്ടല്ല. കാരണം ഇത് വലിയ ഇഷ്യൂ ആയി മാറി. അതിൻ്റെ പേരിൽ ഇയാളിൻ്റെ അടുത്ത് കോംപ്രമൈസിന് വരുന്നു സംസാരിക്കാൻ. 100 കോടി ഓഫർ അത് ക്ലീനായിട്ട് പുള്ളിയുടെ മുമ്പിൽ വെച്ച് ഞാൻ റിജക്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഈ മുഗൾ റോയൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. ഞാനിത് ഓൺ റെക്കോർഡാണ് പറയുന്നത്. ആ 100 കോടി സ്വീകരിക്കാത്ത എന്നെ 2016 ഞാൻ ഈ പറയുന്ന ഹണി ട്രാപ്പ് കിണി ട്രാപ്പ് എന്നും പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഞാൻ ഇതിൻ്റെ പുറകെ പോകുന്നത്? ഇതൊക്കെ ഇവനൊക്കെ ഉണ്ടാക്കിയെടുത്ത് യൂട്യൂബറിനൊന്നും അറിയത്തില്ല ശരിക്കും ഞാൻ എന്തൊക്കെ സഫർ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ എനിക്കെതിരെ കേസ് വരുമ്പോൾ ഞാൻ ബംഗാളി അവിടെ നിന്ന് പഠിച്ചു. കാരണം എനിക്കറിയാം ഒരു ബംഗാളിയിലാണ് മുഴുവൻ സംസാരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോയത്. അന്ന് ടെലഗ്രാഫിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ 2014 ബിസിനസ് സ്റ്റാൻഡേർഡ് കൊടുത്ത ഇൻ്റർവ്യൂവിൽ, അതേപോലെ പ്രസ് ക്ലബ്, നിങ്ങൾക്കറിയാമല്ലോ മമതയുടെ സ്വഭാവം, അവിടെ ഒരാളെ പോലും അവരുടെ അനുവാദമില്ലാതെ കയറ്റാൻ സമ്മതിക്കത്തില്ല. ഞാൻ പിന്നീട് അവിടെ പോയി കഴിഞ്ഞാൽ അവർ ഇലക്ഷൻ കമ്മീഷനിൽ പോകുന്നു, പോലീസിൻ്റെ അടുത്ത് പോകുന്നു, എന്നെ അറസ്റ്റ് ചെയ്യണം. ഞാൻ പറയും എന്ത് പുല്ല് വന്നാലും ഞാൻ വരാൻ പോകാമെന്ന് പറഞ്ഞു. കാരണം എനിക്കതൊരു പേടിയില്ല. അവിടെ പോകുന്ന BJP നേതാക്കൾ, CPM നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ ഏത് രീതിയിലാണ് അവിടെ പാർട്ടിയും അവിടെ പോലീസും അടിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് പത്രങ്ങളിൽ കാണാം. പക്ഷെ എനിക്ക് പുല്ല് വിലയായിരുന്നു. ലെറ്റ് ഇറ്റ് ബി ഹാപ്പൻ. ഞാൻ രണ്ടും കൽപ്പിച്ചാണ് അവിടെ പോയത്. നിങ്ങൾ ഈ പറയുന്ന ബംഗാളിലുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ ഇളക്കി മറിച്ചതാണ് ബംഗാള്. അപ്പം അതിനെതിരെ പ്രാധാന്യമുണ്ട്. ഇതൊന്നും ഈ യൂട്യൂബർക്ക്, ഈ ജാസ്മിൻ ഷായുടെ കൂടെ നടക്കുന്ന കൊണാപ്പന്മാർക്കൊന്നും അറിയത്തില്ല. ഞാൻ കേരളത്തിൽ യൂട്യൂബ് വന്ന ശേഷമല്ലേ ഈ ഇടയ്ക്കതിൽ നിങ്ങളെ എന്നെ അറിയുന്നത്. ഞാൻ അതിനു മുമ്പേ ഈ പറയുന്ന ബംഗാളിലും ഡൽഹിയിലും അറിയുന്നൊരു ജേർണലിസ്റ്റാണ്. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇനി മനസ്സിലാക്കി, ഈ മമതാ ബാനർജി 2001 തെഹൽക്ക വന്ന ശേഷം വാജ്പേയി മന്ത്രിസഭയുടെ എൻ്റെ സ്റ്റോറിയുടെ പേരിൽ അവർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച 5ഓളം മന്ത്രിമാരാണ് രാജിവെച്ചത്. അന്നിൽ മമതാ ബാനർജി അവരുടെ കൂടെ 2 തൃണമൂൽ കോൺഗ്രസ്സുകാരെ രാജിവെച്ചു പോയി എൻ്റെ ഇഷ്യൂവിൻ്റെ പുറത്ത്. ഇതാണ് സീതാറാം യെച്ചൂരി അന്ന് പാർലമെൻറ്റിൽ ചോദിച്ചത്. ആ മമതയ്ക്ക് ഇന്നെന്താ മിണ്ടാട്ടമില്ലാത്തത് ചോദിച്ചതാണ്. അന്ന് 2001 ഇന്ത്യൻ പ്രധാനമന്ത്രി BJP സ്പോക്സ്മാൻ അദ്ദേഹം എന്നെ വിളിച്ച അമേരിക്കൻ സ്റ്റൂജ് എന്ന 2014 ഇതേ പ്രധാനമന്ത്രി അദ്ദേഹം എന്നെ പറ്റി മാറ്റി പറഞ്ഞു. മാത്യു ആണ് കാണിച്ചു തരുന്നത് എന്താണ് ഇവിടെ നടക്കുന്ന കറപ്ഷൻ. ഓൺ റെക്കോർഡാണ്, നിങ്ങൾ എടുത്തു നോക്ക്. മമതാ ബാനർജി എന്നെ പറ്റി തെറി പറഞ്ഞു. മമതാ ബാനർജി 2021 മാറ്റി പറഞ്ഞു, കാരണം സുബേന്ദു അധികാരിയുടെ ഇഷ്യൂ. അപ്പം അങ്ങനെ ഒരു ജേർണലിസം ചെയ്യുന്ന, ഓണസ്റ്റായിട്ട് ജേർണലിസം ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇന്ന് ജേർണലിസം ലോകത്താരെയും ഞാൻ കബളിപ്പിക്കാൻ പോയിട്ടില്ല. ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡായ കാര്യത്തിൽ. പിന്നെ സ്റ്റിംഗ് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ടെലഗ്രാഫിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വിപിൻ ലാൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്.
അതിൻ്റെ ഇതിലെ ലിങ്ക് ബോക്സിൽ കൊടുക്കാം. ഇപ്പം ഇതേപോലെയുള്ള മറ്റേ യൂട്യൂബറും ജാസ്മിൻ ഷായും കൂട്ടരൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് പറയിക്കുകയാണ് ഞാൻ എന്തൊക്കെയാണ് നേരത്തെ ചെയ്തത്. ഇതൊക്കെ അവൈലബിൾ ലിങ്കാണ്, നിങ്ങളെടുത്ത് നോക്ക്. ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട്. വളരെ സിമ്പിളാണ്. ഞാൻ ചെയ്ത ഞാൻ ഹൈലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മൈക്ക് ഹരാരെ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നിങ്ങൾ കേട്ടുകയാണ്. അയാളാണ് ഈ പറഞ്ഞ ഈ ഓപ്പറേഷൻ കമ്മിറ്റി എക്സ് എന്നും പറഞ്ഞുകൊണ്ട് ഈ ബ്ലാക്ക് സെപ്റ്റംബറിന് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കൊല്ലുന്നത്. അപ്പം ഞാൻ ഇയാളെപ്പറ്റി നേരത്തെ വായിച്ചിട്ടുണ്ട്. പിന്നീട് 2003 ഇയാളുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റീഫൻ സ്പീൽബർഗ് സിനിമ കേട്ടിട്ടുണ്ട്, മ്യൂണിക് എന്ന് പറഞ്ഞ സിനിമ. ഇപ്പം ഈ ബേസിക്കലി എൻ്റെ കൽക്കട്ടയിലെ നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇയാളുടെ ജീവചരിത്രം പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഇൻസ്പയർ ചെയ്തിട്ട് അതെങ്ങനെ കറപ്ഷനെതിരെ ഉപയോഗിക്കാം, എങ്ങനെ അണ്ടർ കവർ ഓപ്പറേഷൻ നടത്താം. ഇത് ഞാൻ പലയിടത്തും ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതാണ് ഇതിൻ്റെ ഭാഗം. പിന്നീട് ഞാൻ അറിയാൻ സാധിച്ചത് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ ഇതേ ആളുടെ ഒരു ഫാനായിരുന്നു. അതിൻ്റെ പേരിലാണ് അദ്ദേഹവും പലയിടത്തും ഇതേപോലെ അണ്ടർ കവർ ഓപ്പറേഷൻ ആസാമിലും പഞ്ചാബിലും ഒക്കെ നടത്തിയത്. ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ പലരും ലോകത്തുണ്ടാകാറുണ്ട്. അതാ ഞാനിത് ചെയ്തത്. അത് ഈ മഹാനായ യൂട്യൂബർക്കും ഈ ലോകത്തിലെ എല്ലാവരുടെയും നേഴ്സുമാരുടെ ഗോഡ് ഫാദറുമായ ജാസ്മിൻ ഷാ സാറിനൊന്നും അറിയാത്തത് എൻ്റെ കുഴപ്പമല്ല. കാരണം ഞാനിതിപ്പോഴാണ് കേരളത്തോട്ട് വരുന്നത്. അത് നിങ്ങളിത് വായിക്കാതെ ഞാനൊരു തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇതേപോലെ സാഹചര്യം വരുമ്പോൾ മറ്റു പല ഞാൻ ചെയ്ത ഇൻവെസ്റ്റിഗേഷനെ പറ്റി പറയാൻ എനിക്ക് ഇടവന്നതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. കാരണം എന്നാൽ മാത്രമല്ല ഓരോന്ന് ഓർത്തെടുത്ത് പറയാൻ സാധിക്കൂ. എനിവേ, താങ്ക് യു വെരി മച്ച്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.